ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 2026 മാർച്ച് 13 വെള്ളി. ഇന്നും വരും ദിവസങ്ങളിലും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്ത് കാണാൻ മറക്കല്ലേ. ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ്: പശ്ചിമേഷ്യയിലെ യുദ്ധത്തെ തുടർന്ന് ഊർജ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ ഗ്രാമീണ മേഖലയിലെ LPG ബുക്കിംഗ് ഇടവേള 45 ദിവസമാക്കി ഉയർത്തി. നഗരപ്രദേശങ്ങളിൽ ബുക്കിംഗിന് ഇടവേള 25 ദിവസമായും ഉയർത്തി. 17 ദിവസമായിരുന്നു ബുക്കിംഗ് ഇടവേള നേരത്തെ തീരുമാനിച്ചത്. അത് 21 ദിവസമാക്കി ദീർഘിപ്പിച്ചിരുന്നു. ഇതാണ് വീണ്ടും വർദ്ധിപ്പിച്ചിരിക്കുന്നത്. പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മയാണ് ഇക്കാര്യം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചത്. പ്രതിസന്ധി ഒഴിവാക്കാനാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയതെന്ന് കേന്ദ്രം പറയുന്നു. പശ്ചിമേഷ്യയിലെ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ കപ്പൽ സർവീസുകളുടെ കുറവ് മൂലം ഊർജ വിതരണ ശൃംഖലയിലുണ്ടായ തടസ്സമാണ് പാചകവാതക ക്ഷാമത്തിന് ഇടയാക്കുന്നത്. സിലിണ്ടർ വിതരണം പരിമിതപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ ഗ്യാസ് ഏജൻസികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണത്തിന് 30% വരെ കുറവുണ്ടാകുമെന്ന് പെട്രോളിയം മന്ത്രാലയം അറിയിച്ചിരുന്നു. അതേസമയം ഇന്ത്യയുടെ ഊർജ്ജ മേഖല സുരക്ഷിതമാണെന്നും ഇന്ധനക്ഷാമം നിലവിൽ ഇല്ലെന്നുമാണ് പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി ഇന്ന് ലോക്സഭയിൽ പറഞ്ഞത്. ഇന്ധനം ശേഖരിക്കാനായുള്ള എല്ലാ നടപടിയും ഇന്ത്യ സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞിരുന്നു. അതേസമയം പാചകവാതക ക്ഷാമം രൂക്ഷമായതോടെ ഹോട്ടലുകളിൽ നിന്ന് ജനപ്രിയ വിഭവങ്ങൾ അപ്രത്യക്ഷമായി തുടങ്ങി. കൂടുതൽ പാചകവാതകം ഉപയോഗിക്കേണ്ടി വരുന്ന ദോശ, ഊത്തപ്പം തുടങ്ങിയ വിഭവങ്ങൾക്കാണ് ആദ്യം പിടിവീണത്. അടച്ചുപൂട്ടൽ ഭീഷണിയിൽ നിന്ന് രക്ഷ തേടിയുള്ള ആദ്യ മാർഗമെന്ന നിലയിലാണ് കൂടുതൽ പാചകവാതകവും ആവശ്യമുള്ള വിഭവങ്ങളിൽ പിടിവീണത്. ദോശ, ഊത്തപ്പം, അപ്പം, ഫ്രൈഡ് റൈസ് എന്നിവയ്ക്കൊപ്പം ചില സൈഡ് ഡിഷുകളും വൻ നഗരങ്ങളിലെ ഹോട്ടലുകളിൽ നിന്ന് അപ്രത്യക്ഷമായി തുടങ്ങിയിട്ടുണ്ട്. വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണത്തിലെ നിയന്ത്രണം മാറ്റിയില്ലെങ്കിൽ ചായ കുടിയും കാപ്പി കുടിയും കുറയ്ക്കേണ്ടി വരും. ഹോട്ടലുകൾക്ക് ആവശ്യമായ വാണിജ്യ LPGയും 50% സർക്കാർ ഉറപ്പുവരുത്തണമെന്ന്, ശേഷിക്കുന്ന ആവശ്യം ബദൽ മാർഗങ്ങളിലൂടെ ഭാഗികമായി പരിഹരിക്കണമെന്നുമാണ് ഹോട്ടൽ ഉടമകൾ പറയുന്നത്. അടുത്ത പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ്: PM കിസാൻ സമ്മാൻ നിധിയുടെ 2000 രൂപയുടെ 22ാമത്തെ ഗഡു വിതരണം മാർച്ച് 13 അതായത് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ആരംഭിക്കാൻ പോവുകയാണ്. തുക ലഭിക്കുന്നതിന് മുമ്പായിട്ട് കർഷകർ 3 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. അതായത് തുക തടസ്സമില്ലാതെ ലഭിക്കുന്നതിന് കർഷകർ തങ്ങളുടെ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് എത്രയും വേഗം മുൻകൂട്ടി പരിശോധിച്ച് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അവ പരിഹരിക്കേണ്ടതാണ്. അതായത് KYC, ആധാർ, ബാങ്ക് അക്കൗണ്ട് സീഡിംഗ്, ലാൻഡ് സീഡിംഗ് എന്നീ 3 കാര്യങ്ങൾ കൃത്യമാണെന്ന് കർഷകർ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇക്കാര്യങ്ങളിൽ തടസ്സം നേരിട്ടാൽ ആനുകൂല്യം ലഭിക്കുന്നതിന് ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ഈ തടസ്സങ്ങൾ നീക്കി സ്റ്റാറ്റസ് ശരിയാക്കിയാൽ മുടങ്ങിയ ആനുകൂല്യം കൂടി പിന്നീട് ലഭിക്കുന്നതാണ്. ആധാർ അധിഷ്ഠിത വിതരണമായതിനാൽ തന്നെ ആധാറുമായി ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും തുക എത്തിച്ചേരുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: ഈ മാർച്ച് മാസം കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് വലിയൊരു ആശ്വാസ വാർത്തയാണ് പുറത്തുവരുന്നത്. നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം തൊഴിലാളികളുടെ ഏറെ നാളായുള്ള കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് കുടിശ്ശിക വിതരണം ഉടൻ തന്നെ വിതരണം ആരംഭിക്കുകയാണ്. ഏകദേശം 18 മാസത്തെ കുടിശ്ശികയിൽ പകുതിയോളം ഇപ്പോൾ വിതരണം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. അതായത് ഒരാൾക്ക് ശരാശരി 10,000 രൂപ മുതൽ 15,000 രൂപ വരെ ലഭിക്കും. തുകയുടെ വിതരണ ഡേറ്റ് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും കുറഞ്ഞത് 8 ഗഡുക്കളെങ്കിലും ഈ ഘട്ടത്തിൽ ലഭിക്കുമെന്ന സൂചനയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത അറിയിപ്പ്: മാർച്ച് മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ വിതരണം 2 മാസത്തേത് ഒരുമിച്ച് പ്രഖ്യാപിക്കുവാൻ സാധ്യതയുണ്ട്. അതായത് ഏപ്രിൽ മാസത്തെ പെൻഷൻ കൂടി വിഷു, ഈസ്റ്റർ പ്രമാണിച്ച് മുൻകൂട്ടി വിതരണം ചെയ്യാൻ സാധ്യതയുണ്ട്. ഏപ്രിൽ മാസം തിരഞ്ഞെടുപ്പ് നടക്കുന്നത് കൂടി കണക്കിലെടുത്ത് 2 മാസത്തെ തുകയും ഒരുമിച്ച് നൽകാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് മാർച്ച് മാസ പെൻഷൻ മാർച്ച് 25 മുതൽ വിതരണം ആരംഭിക്കും. അന്ന് വൈകുന്നേരത്തോടെ തന്നെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതുമാണ്. ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഉത്തരവുകളും മറ്റു പ്രധാന അറിയിപ്പുകളും നിലവിൽ നേരത്തെ തന്നെ മുൻകൂട്ടി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ മാസം പകുതിയിൽ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനവും അതുപോലെ പെരുമാറ്റച്ചട്ടവും നിലവിൽ വരുന്നതുകൊണ്ട് സാധാരണക്കാർക്ക് ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കുവാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള മുൻകരുതൽ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നേരത്തെ തന്നെ സ്വീകരിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുമല്ലോ.
അടുത്തൊരു ഇൻഫോർമേറ്റീവായ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.